2026 നടന്ന T20 ലോകകപ്പിൻ്റെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് 3ാം കിരീടം. 2026 T20 ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യ. 2026 T20 ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യ. ഫൈനലിൽ ന്യൂസിലൻഡിന് 96 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീട നേട്ടം നേടിയത്. ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ T20 ലോകകപ്പ് ജേതാക്കളായത്. ടൂർണമെൻറ്റിലെ താരം സഞ്ജു സാംസൺ. T20 ലോകകപ്പിലെ ടൂർണമെൻറ്റിലെ താരം സഞ്ജു സാംസൺ ആണ്. ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറ. ഓർമ്മിക്കുക, ടൂർണമെൻറ്റിലെ താരം സഞ്ജു സാംസണും ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയുമാണ്. തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യക്ക് T20 ലോകകപ്പ് കിരീടം ലഭിക്കുന്നത്. 3 തവണ T20 ലോകകപ്പ് നേടുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. 3 തവണ T20 ലോകകപ്പ് നേടുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. 2007, 2024, 2026 വർഷങ്ങളിലാണ് ഇന്ത്യക്ക് T20 ലോകകപ്പ് കിട്ടിയത്. 2007 ആദ്യം ലഭിച്ചു. പിന്നീട് തുടർച്ചയായി 2024, 2026 വർഷങ്ങളിൽ ഇന്ത്യ T20 ലോകകപ്പ് നേടി. ഒരു ഹോം ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ടീമാണ് ഇന്ത്യ. ഒരു ഹോം ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ടീമാണ് ഇന്ത്യ. ഫൈനൽ മത്സരം നടന്ന വേദി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഫൈനൽ മത്സരം നടന്ന വേദി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. T20 ലോകകപ്പ് 2026 വേദി ഇന്ത്യയും ശ്രീലങ്കയുമായിരുന്നു. 2026 T20 ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയും ശ്രീലങ്കയുമായിരുന്നു. ഫൈനൽ മത്സരം നടന്നത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ആകെ 55 മത്സരങ്ങളുണ്ടായിരുന്നു. 20 ടീമുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. ആകെ 55 മത്സരങ്ങളും 20 ടീമുകളാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത് T20 ലോകകപ്പിൽ. ICC പുരുഷ T20 ലോകകപ്പിൻ്റെ 10ാമത്തെ പതിപ്പാണ് 2026 കഴിഞ്ഞത്. ICC പുരുഷ T20 ലോകകപ്പിൻ്റെ 10ാമത്തെ പതിപ്പാണ് 2026 കഴിഞ്ഞത്. ലോകകപ്പ് ഫൈനലിലെ ഉയർന്ന സ്കോർ നേടിയത് ഇന്ത്യയാണ്. 255. ഫൈനലിൽ ഇന്ത്യ നേടിയ റൺസാണ് 255 റൺസ് എന്ന് പറയുന്നത്. ലോകകപ്പ് ഫൈനലിലെ ഉയർന്ന സ്കോർ നേടിയത് ഇന്ത്യയാണ്, 255 റൺസ്. ഇന്ത്യയുടെ ആദ്യ മത്സരം USA-യുമായിട്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യ മത്സരം USA-യുമായിട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സാഹിബ് സാദ ഫർഹാനാണ്. പാകിസ്ഥാൻ്റെ സാഹിബ് സാദ ഫർഹാനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയുമാണ്. 14 വിക്കറ്റ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയുമാണ്. 14 വിക്കറ്റുകൾ വീതം. ഇന്ത്യൻ T20 ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ T20 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്. ഇന്ത്യൻ ടീം പരിശീലകൻ ഗൗതം ഗംഭീറാണ്. ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ചത് ഗൗതം ഗംഭീറാണ്. 2028 T20 വേദി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ്. 2028 T20 വേദി ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമാണ്. സഞ്ജു വിശ്വനാഥ് സാംസൺ. സഞ്ജു സാംസണിൻ്റെ ശരിയായ പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നാണ്. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആകുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആകുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ. ഫൈനലിൽ സഞ്ജു 89 റൺസ് നേടിയിട്ടുണ്ട്. ഫൈനലിൽ സഞ്ജു 89 റൺസ് നേടിയിട്ടുണ്ട്. 2026 T20 ലോകകപ്പ് സഞ്ജു നേടിയ ആകെ റൺസ് 321 ആണ്. 2026 T20 ലോകകപ്പിൽ സഞ്ജു നേടിയ ആകെ റൺസ് 321 ആണ്. ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ആണ്. ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ആണ്. T20 ലോകകപ്പ് ഫൈനലിലെ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് സഞ്ജു സാംസൺ ആണ്. 89 റൺസാണ് സഞ്ജു നേടിയത്. T20 ലോകകപ്പ് ഫൈനലിലെ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന
വ്യക്തിഗത സ്കോർ നേടിയത് സഞ്ജു സാംസൺ ആണ്. 89 റൺസാണ് സഞ്ജു നേടിയത്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച താരം സഞ്ജു സാംസൺ ആണ്. 24 സിക്സറുകൾ. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച താരം സഞ്ജു സാംസൺ ആണ്. 24 സിക്സറുകൾ. T20 ലോകകപ്പിൽ സഞ്ജു നേടിയ ഉയർന്ന റൺസ് 97 റൺസാണ്. T20 ലോകകപ്പിൽ സഞ്ജു നേടിയ ഉയർന്ന റൺസ് എന്ന് പറയുന്നത് 97 റൺസാണ്. വിൻഡീസിനെതിരെയുള്ള മത്സരത്തിലാണ് സഞ്ജു 97 റൺസ് നേടിയത്.